ഹിമാലയൻ താഴ്വരയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ലഡാക്കിൽ സംസ്ഥാന പദവിക്കും 6ാം ഷെഡ്യൂളിനും വേണ്ടിയുള്ള ജനകീയ പ്രക്ഷോഭം രൂക്ഷമായിരിക്കുകയാണ്. ലേയിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമാവുകയും പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ 4 പേർ കൊല്ലപ്പെടുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പ്രക്ഷോഭകർ ലേയിലെ BJP ഓഫീസ് അഗ്നിക്കിരയാക്കുകയും സമാധാനപരമായി ആരംഭിച്ച സമരം തെരുവ് യുദ്ധത്തിലേക്ക് വഴുതി വീണതോടെ രാജ്യത്തിന്റെ വടക്കേ അറ്റത്ത് കനത്ത ആശങ്കയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. സംഘർഷം ആളിക്കത്തിയതിനു പിന്നാലെ കോൺഗ്രസിന്റെ ഗൂഢാലോചനയാണെന്ന് BJP ആരോപിച്ചത്. ഇത് പുതുതലമുറയുടെ പ്രതിഷേധമല്ല, മറിച്ച് കോൺഗ്രസ് സ്പോൺസർ ചെയ്ത കലാപമാണെന്നും രാജ്യത്ത് ബംഗ്ലാദേശിലും നേപ്പാളിലും ഫിലിപ്പീൻസിലും കണ്ടതിന് സമാനമായ അസ്ഥിരത സൃഷ്ടിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ പദ്ധതിയുടെ ഭാഗമാണിതെന്നും BJP തുറന്നടിച്ചു. സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച് ലേ അപ്പെക്സ് ബോഡിയുടെ യുവജന വിഭാഗം നടത്തിയ പ്രതിഷേധമാണ് അക്രമാസക്തമായത്. സെപ്റ്റംബർ 10 മുതൽ 15ഓളം പ്രവർത്തകർ നടത്തിവന്ന നിരാഹാര സമരത്തിൽ പങ്കെടുത്ത 2 പേരുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയതോടെയാണ് യുവജനങ്ങൾ തെരുവിലിറങ്ങിയത്. സമാധാനപരമായി തുടങ്ങിയ സമര പരിപാടികൾ പെട്ടെന്ന് അക്രമാസക്തമാവുകയും പ്രക്ഷോഭകർ പോലീസിനു നേരെ കല്ലെറിയുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്തു. ഏറ്റവും നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത് BJP ഓഫീസിന് മുന്നിലാണ്. 100 കണക്കിന് വരുന്ന പ്രക്ഷോഭകർ പാർട്ടി ഓഫീസ് വളയുകയും തീയിടുകയുമായിരുന്നു. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകവും ലാത്തിചാർജും പ്രയോഗിക്കുകയും ഇതിനിടയിലുണ്ടായ വെടിവെപ്പിൽ 4 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു. ആക്രമണത്തിൽ 22 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 50ലധികം പേർക്ക് പരിക്കേൽക്കുകയും സംഘർഷത്തെ തുടർന്ന് ലേയിൽ കർഫ്യൂ പ്രഖ്യാപിക്കുകയും ലഡാക്ക് ഫെസ്റ്റിവൽ റദ്ദാക്കുകയും ചെയ്തിരിക്കുകയാണ്. ലഡാക്കിലെ സംഘർഷത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് BJP ആരോപിക്കുന്നു. BJP ദേശീയ വക്താവ് സംബിത് പത്രയുടെ വാക്കുകൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. ഇന്ന് ലഡാക്കിൽ നടന്നത് പുതുതലമുറയുടെ പ്രതിഷേധമായി ചിത്രീകരിക്കാൻ ശ്രമം നടന്നു. എന്നാൽ അന്വേഷണത്തിൽ വ്യക്തമായത് ഇതൊരു കോൺഗ്രസ് പ്രതിഷേധമായിരുന്നു എന്നതാണ്. കോൺഗ്രസിന് ഒരു വലിയ പദ്ധതിയുണ്ട്. ഭാരത് തേര തുക്കട ഹോഗ ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ എന്നാണ് കോൺഗ്രസിന്റെ പ്രധാന മുദ്രാവാക്യം. ഇത് ജോർജ് സോറസുമായി ചേർന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പദ്ധതിയാണ് എന്നിങ്ങനെയുള്ള അതിശക്തമായ ആരോപണങ്ങളാണ് BJP നേതാക്കളിൽ നിന്ന് കോൺഗ്രസിനെതിരെ വന്നത്. BJPയുടെ IT സെൽ മേധാവി അമിത് മാളവ്യ ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസ് കൗൺസിലർ ഫുൽതോക് സ്റ്റാൻഡിൻ സേവാഗ് ആണെന്ന് ആരോപിക്കുകയും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും പുറത്തുവിടുകയും ചെയ്തിരുന്നു. ലഡാക്കിൽ കലാപം നടത്തുന്ന ഈ വ്യക്തി അപ്പർ ലേ വാർഡിലെ കോൺഗ്രസ് കൗൺസിലർ ആണെന്നും BJP ഓഫീസും ഹിൽ കൗൺസിലും ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് ഇയാൾ ജനക്കൂട്ടത്തെ പ്രേരിപ്പിക്കുന്നതാണെന്നും കുറ്റപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിലുള്ള അശാന്തിയാണോ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത്? മാളവ്യ എക്സിൽ കുറിച്ചു. എന്നാൽ BJPയുടെയും BJP IT സെൽ മേധാവികളുടെയും ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ലഡാക്കിലെ കോൺഗ്രസ് പ്രതിനിധികൾ. ഗൂഢാലോചനയ്ക്ക് പുറകിൽ കോൺഗ്രസ് അല്ലെന്നും രാജ്യത്തെ ഭിന്നിപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ അജണ്ടയല്ലെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കി 2019 ലഡാക്കിനെ പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമാക്കിയപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു ഈ മേഖലയിലെ ജനങ്ങൾക്ക്. എന്നാൽ നിയമസഭയില്ലാതെ കേന്ദ്രഭരണ പ്രദേശം എന്ന പദവി തങ്ങളുടെ രാഷ്ട്രീയ അഭിലാഷങ്ങളെ ഇല്ലാതാക്കിയെന്ന തോന്നൽ ലഡാക്കിൽ ശക്തമായിരുന്നു. സ്വന്തമായി നിയമസഭയും സർക്കാരുമുള്ള ഒരു പൂർണ്ണ സംസ്ഥാനമായി ലഡാക്കിനെ മാറ്റുക, ലഡാക്കിന്റെ തനത് ഗോത്ര സംസ്കാരം, ഭൂമി, പരിസ്ഥിതി എന്നിവയെ സംരക്ഷിക്കുന്നതിന് ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തുക, ഇതിലൂടെ സ്വയംഭരണാധികാരമുള്ള ജില്ലാ കൗൺസിലർക്ക് നിയമനിർമ്മാണം, സാമ്പത്തിക അധികാരങ്ങൾ നൽകുക എന്നിവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ. നിലവിൽ ഒരു ലോക്സഭാ സീറ്റ് മാത്രമുള്ള ലഡാക്കിന് കാർഗിലിനായി ഒരു സീറ്റും ഒരു രാജ്യസഭാ സീറ്റും അധികമായി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ലേയിലെ ബുദ്ധമത ഭൂരിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ലേ അപ്പെക്സ് ബോഡിയും കാർഗിലിലെ ഷിയ മുസ്ലിം ഭൂരിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസിനും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അണിനിരത്തുന്നത്. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും മാർക്സെ അവാർഡ് ജേതാവുമായ സോനം വാങ്ചക്കാണ് ഈ പ്രക്ഷോഭത്തിന്റെ മുഖം. സെപ്റ്റംബർ 10 മുതൽ അദ്ദേഹം നിരാഹാര സമരം ആരംഭിച്ചിരുന്നു. എന്നാൽ സമരം അക്രമാസക്തമായതോടെ ഈ വിഡ്ഢിത്തം അവസാനിപ്പിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം നിരാഹാരം അവസാനിപ്പിച്ചു. അതേസമയം ലഡാക്കിലെ ആക്രമണങ്ങൾക്ക് കാരണം സോനം വാങ്ചക്കിന്റെ പ്രകോപനകരമായ പ്രസ്താവനകളാണ് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആരോപിച്ചു. അറബ് വസന്തം, നേപ്പാളിലെ പുതുതലമുറയുടെ പ്രക്ഷോഭം
തുടങ്ങിയ പരാമർശങ്ങളിലൂടെ വാങ്ചക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും മന്ത്രാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. പ്രക്ഷോഭകരുമായി ചർച്ചകൾ തുടരുകയാണെന്നാണ് കേന്ദ്രം ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഒക്ടോബർ 6-ന് ഉന്നതതല സമിതിയുടെ അടുത്ത യോഗം ചേരാനിരിക്കെയാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടത്. എന്നാൽ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന അതീവ തന്ത്രപ്രധാനമായ മേഖല ആയതുകൊണ്ട് തന്നെ ലഡാക്കിന് പൂർണ്ണ സംസ്ഥാന പദവി നൽകുന്നതിൽ കേന്ദ്രത്തിന് ആശങ്കയുണ്ട്. സംസ്ഥാന പദവി നൽകുന്നത് സൈനിക നീക്കങ്ങളെയും അടിസ്ഥാന സൗകര്യ വികാസത്തെയും ബാധിച്ചേക്കാം എന്നാണ് സർക്കാരിന്റെ നിലപാട്. ലഡാക്കിലെ സാഹചര്യം സങ്കീർണമായി തുടരുകയാണ്. ഒരു വശത്ത് തങ്ങളുടെ സത്വവും ഭാവിയും സംരക്ഷിക്കാൻ തെരുവിലിറങ്ങിയ ഒരു ജനത, മറുവശത്ത് ദേശീയ സുരക്ഷയുടെയും രാഷ്ട്രീയ ഗൂഢാലോചനയുടെയും ആരോപണങ്ങൾ. സമാധാനത്തിന്റെ താഴ്വരയിൽ നിന്ന് വെടിയൊച്ചകളും പ്രതിഷേധത്തിന്റെ തീയും ഉയരുമ്പോൾ ലഡാക്കിന്റെ ഭാവി ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുമ്പോൾ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ലഡാക്കിലെ ജനത.